നമ്മളെ ഒരു മത്തൻ്റെ തൂക്കം 4 കിലോയാണ്. കിലോ 2,800 ഉണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം മത്തൻ കൃഷി എങ്ങനെ ലാഭകരമായി കൃഷി ചെയ്യാം, അതിനോടൊപ്പം തന്നെ എങ്ങനെ ഈസിയായി മാർക്കറ്റ് ചെയ്ത് നമുക്ക് മികച്ച വരുമാനം നേടാം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. മത്തൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലും ഇടവിളയായി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ നമുക്ക് അധിക വരുമാനമായിട്ട് മത്തൻ കൃഷിയെ മാറ്റാൻ, മത്തൻ കൃഷി ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തിൻ്റെങ്കിലും ഇടവിളയായിട്ട് നടണം. ഞാനിവിടെ പയർ കൃഷിയുടെ ഇടവിളയായിട്ടാണ് മത്തൻ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര സെൻറ്റ് പയറുണ്ടോ അത്രയും സെൻറ്റ് വരെ നമുക്ക് മത്തൻ കൃഷി ചെയ്യാൻ പറ്റും. സൂര്യപ്രകാശം നമ്മളെ പയറിൻ്റെ ഇടവഴി നമുക്ക് ചുവടിൽ കിട്ടുന്നത് കൊണ്ട് മത്തൻ നന്നായിട്ട് പൂക്കുകയും കാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഒരു തരി സ്ഥലം പോലും കളയാതെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിളവെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പയറിൻ്റെ ഇടവിളയായിട്ടാണ് മത്തൻ നട്ടത്. നമുക്ക് ഒന്ന് വിളവെടുക്കാം. കത്തിയൊന്നും കിട്ടിയില്ല, നമ്മൾ വെട്ടോത്തി. ഇതൊരു 3 കിലോയോളം തൂക്കമുണ്ട്. വിത്ത് കുത്തി നമ്മൾ 50-ാമത്തെ ദിവസമാണ് ഇന്ന് വിളവെടുക്കുന്നത്. ഇതൊരു 3 കിലോ വരും. ഇതും ഒരു 3 കിലോ വരും. നമുക്ക് 3 അല്ല 4 കിലോകളൊക്കെ വരും. ഇത് നമുക്ക് അധിക വരുമാനമാണ്. കാരണം നമ്മൾ ഇടവിളയായിട്ടാണ് ഇവിടെ മത്തൻ നട്ടത്. നല്ല വെയിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ മത്തൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തെങ്ങത്തോട്ടം അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും മത്തൻ കൃഷി ചെയ്യണം കേട്ടോ. ഇതുപോലെ നമുക്ക് നമുക്ക് മത്തൻ വിളവെടുത്ത് കൈ നിറയെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. മത്തങ്ങ
അകത്തുകൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ചടത്തിട്ടുണ്ട്, ഇനിയും അടക്കാനുണ്ട്. അപ്പോൾ അടത്തും വീഡിയോയും പിടിച്ചിരുന്നാൽ നമ്മളെ മാർക്കറ്റിൽ നടക്കില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ.